വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന ഫസ്റ്റ് യോഗം ചിരുവില്ലുവാതി കഷായമാണ്. ഡെയിലി പ്രാക്ടീസിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കഷായമാണ്. നല്ലൊരു യോഗമാണ്. നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ഇതിലൂടെ. നമുക്ക് യോഗത്തിലേക്ക് കടക്കാം. ചിരുവില്ലുവാതി കഷായം. ചിരുവില്വ പുനർനവ വഹ്നി അഭയ കണനാഗര സൈന്ധവ പക്വജലം ഗുദകീല ഭഗന്ധര ഗുൽമഹരം ജഡരാഗ്നി വിവർധനം ആശുനൃണാം. ഇതാണ് യോഗം. നമുക്കൊരു ട്യൂണിലങ്ങ് പഠിക്കാം. ചിരുവില്വ പുനർനവ വഗ്ന്യഭയ കണനാഗര സൈന്ധവ പക്വജലം ഗുദകീല ഭഗന്ധര ഗുൽമഹരം ജഡരാഗ്നി വിവർധനം ആശുനൃണാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ട്യൂണിൽ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് അർത്ഥം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എല്ലാ ദിവസവും ഒരു 5 ദിവസം അടുപ്പിച്ചൊന്ന് ഇതൊന്ന് ചൊല്ലി നോക്കിയാൽ നമുക്ക് യോഗം കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഓരോ മീനിങ്, അതായത് നമ്മുടെ ഈ ഓരോ ഡ്രഗിൻ്റെ നാടൻ പേരുകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും നോക്കാം. ഫസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് ചിരുവില്വ, അതായത് ആവിൽ തൊലി. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഹോളോപ്റ്റീലിയ ഇൻഡിഗ്രിഫോളിയ. പിന്നെ പുനർനവ എന്ന് പറഞ്ഞാൽ തമിഴാമ എന്നൊക്കെ പറയും. കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ തമിഴാമ എന്നൊക്കെ പറയും. തഴുതാമ, ബോർഹേവിയ ഡിഫ്യൂസ. പിന്നെ വഹ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്രകം, കൊടുവേലി എന്നാണ് നാടൻ പേര്. പ്ലംബാഗോ ഓറിക്കുലേറ്റ, പ്ലംബാഗോ ഇൻഡിക്ക, പ്ലംബാഗോ സൈലാനിക്ക എന്നൊക്കെ പേരുണ്ട്. പ്ലംബാഗോ ഓറിക്കുലേറ്റ എന്ന് പറയുന്നത് നീല കൊടുവേലിയാണ്, മിക്കവരും അതാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അഭയം എന്ന് പറഞ്ഞാൽ കടുക്ക, ടെർമിനേലിയ ചെബുല, നമുക്കറിയാം തൃപ്പലയിലൊന്നാണ്. കണം എന്ന് പറഞ്ഞാൽ തിപ്പലി, പൈപ്പർ ലോങ്ങം. നാഗരം എന്ന് പറഞ്ഞാൽ ചുക്ക്, സിഞ്ചിവർ ഒഫിഷ്യനൽ. സൈന്ധവം എന്ന് പറഞ്ഞാൽ ഇന്ദുപ്പ്, റോക്ക് സാൾട്ട് ഓർ പിങ്ക് സാൾട്ട് എന്ന് പറയും. നമ്മൾ നോർമലി എല്ലാ ഒരു മിനറൽസിൻ്റെ ഒരു സപ്ലൈ ആണ് നമുക്ക് സൈന്ധവത്തിനുള്ളത്, അറിയാമല്ലോ. കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, എല്ലാം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഡിയത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് സൈന്ധവം എന്ന് പറയുന്നൊരു ഡ്രഗ്, അറിയാം, നമുക്കറിയാം. ഇന്ദുപ്പാണ്, കുറച്ച് വില കൂടുതലാണ്, പക്ഷേ യൂസ് ചെയ്താൽ നമുക്ക് ഒത്തിരി പ്രയോജനമുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു 7 ഡ്രഗോളമാണ് ഈ യോഗത്തിലുള്ളത്. ഇനി ഇത് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നോക്കാം. ഗുദകീലം എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷർ നമുക്ക് അറിയാലോ. ഭഗന്ധരം എന്ന് പറഞ്ഞാൽ ഫിസ്റ്റുല. ഗുൽമം അറിയാം, അബ്ഡമൻ, ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ. അതുപോലെ ജഡരാഗ്നി വിവർധനമാണ്. ഒരു വിശപ്പില്ല എന്നൊരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ആശുനൃണാം, പെട്ടെന്ന് തന്നെ ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ യോഗം. ചിരുവില്വ പുനർനവ വഗ്ന്യഭയ കണനാഗര സൈന്ധവ പക്വജലം ഗുദകീല ഭഗന്ധര ഗുൽമഹരം ജഡരാഗ്നി വിവർധനം ആശുനൃണാം. ഇതിൽ ചിത്രമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്തിട്ട് വേണം കഷായം ഉണ്ടാക്കാനായിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് അവിടെ ചെന്ന് വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് കഷായം വെച്ച് കുടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ നമുക്ക് ഈ ഡ്രഗൊക്കെ പോയി അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഷായം വെക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ ഒരു മനുഷ്യൻ ഇതൊക്കെ കേട്ടിട്ട് പോയിട്ട് കഷായമൊന്നും വെക്കരുത്. അപ്പോൾ അതിനൊക്കെ വേറെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് വശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രം നമ്മളെപ്പോഴും മുന്നോട്ട് പോവുക കേട്ടോ. ഇത്രയാണ് ഈ യോഗം. ഫസ്റ്റ് യോഗം ഇതുകൊണ്ട് തീരുകയാണ്.